ഹായ് ഗായ്സ്. ബിഗ് ബോസ് എന്ന വലിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പുതിയ ഞെട്ടിക്കുന്ന കുറച്ച് വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ എല്ലാം തന്നെ ഈ ഒരു വാർത്ത അറിഞ്ഞു കാണും. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അതായത് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ മാത്രമല്ല, ബിഗ് ബോസിന്റെ അണിയറ ഘട്ടങ്ങളിലും ഇങ്ങനെ തന്നെയുള്ള ചില മോശം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമുക്ക് ആ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ അഖിൽ മാരാർ എന്ന സീസൺ 5 വിന്നർ അദ്ദേഹം തന്റെ ലൈവിൽ കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളെ പറ്റി സംസാരിക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ചില മോശം പ്രവർത്തികളും മോശമായ ചില ആളുകളെ പറ്റിയുമാണ് അദ്ദേഹം സംസാരിച്ചത്. സ്ത്രീകളെ പോലും, അതായത് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള സ്ത്രീകളെ പോലും വെറുതെ വിടുന്നില്ല. അവരിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് അവരെ ഈ ഒരു ബിഗ് ബോസിലേക്ക് വിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും സ്ത്രീകളെ, അതായത് ഈ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്നും അദ്ദേഹത്തിന്റെ ലൈവിൽ പറയുകയുണ്ടായി. അഖിൽ മാരാർ സീസൺ 5 വിന്നറാണ്. അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ എന്ന ആളും ഇതിനു മുമ്പ് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ അന്ന് അതാരും കാര്യമാക്കിയില്ല. അത് ഒരു പുച്ഛഭാവത്തോടെയായിരുന്നു അന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നതും ആ ഒരു കാര്യം തള്ളിക്കളഞ്ഞതും. എന്നാൽ ഇന്ന് സീസൺ 5 വിന്നറായ അഖിൽ മാരാർ ഇങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ലോക ജനത മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ വിശ്വസിക്കുകയാണ്. എന്നെ പോലെ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. അതായത് ഏഷ്യാനെറ്റിന്റെ പുറകിൽ നടക്കുന്ന ചില നിഗൂഢ സംഭവങ്ങൾ. എന്തൊക്കെയാണ് അത്? സ്ത്രീകളെ മാത്രമല്ല, അത് എല്ലാവരുടെ കയ്യിൽ നിന്നും ഏഷ്യാനെറ്റിന്റെ ചാനലുകാർ പൈസ വാങ്ങിക്കുന്നുണ്ട്. പൈസ വാങ്ങിക്കൊണ്ടാണ് ആ ഒരു പ്ലെയേഴ്സിനെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് അവർ വിടുന്നത്. കാശു മാത്രം തന്നെയല്ല ഇവരുടെ ലക്ഷ്യം. ഇവർ ഉദ്ദേശിക്കുന്ന ആളുകളെ തന്നെയാണ് ഇവർ വിജയിപ്പിക്കുന്നത്. എന്നാൽ അഖിൽ മാരാർ പറയുന്നത് പോലെ, അഖിൽ മാരാറെ പോലെയും സാബുമോനെ പോലെയുമുള്ള ചിലർ എങ്ങനെ ഇവിടെ വിന്നേഴ്സായി? അതിനും അദ്ദേഹത്തിന് ഉത്തരമുണ്ട്. ഏതോ ഒരു നേരിയ വ്യത്യാസമാണ് സാബുമോനെ പേർലി മാണിയെയും തമ്മിൽ ജയിക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയത്. പേർലി മാണി ജയിക്കും എന്ന് തന്നെയാണ് ചാനലുകാർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിലെ നേരിയ ഒരു വ്യത്യാസം, അതാണ് സാബുമോൻ എന്ന ആൾ ജയിച്ചത്. ഈ ഒരു സീസൺ 6ലും ഏഷ്യാനെറ്റ് ചാനലുകാർക്ക് വിശ്വാസ്യതയുണ്ട്. ആര് ജയിക്കണം, ആര് തോൽക്കണം എന്ന ജനവിധി മാത്രമല്ല, ചാനലുകാരുടെ മേൽനോട്ടത്തിലായിരിക്കും ജയവും തോൽവിയുമെല്ലാം. അവരുടെ പരിഗണന മൂലമാണ്. അവർക്ക് ആരെയാണോ ഇഷ്ടം, അവർ പൈസ കൂടുതൽ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്, അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരെയും ജയിപ്പിച്ചു കയറ്റുന്നതും തോൽപ്പിച്ചു വിടുന്നതും. അതുപോലെ തന്നെയാണ് 2 ആഴ്ചയ്ക്ക് മുൻപ് സിബിൻ എന്ന വ്യക്തിയെ ഏഷ്യാനെറ്റ് എന്ന ഏഷ്യാനെറ്റ് ചാനലിലെ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും വളരെ നിസ്സഹായതയോടെ ഇറക്കിവിട്ടത്. ഒരു കാരണവുമില്ലാതെ, അതായത് ഒരു കാരണവുമില്ലാതെയാണ് സിബിൻ എന്ന വ്യക്തി അതിൽ നിന്നും ഇറങ്ങിപ്പോയത്. പ്രേക്ഷകർ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. എന്തുകൊണ്ടാണ് സിബിൻ തിരിച്ചു വരാത്തത്? ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയോടെ സിബിനെ കാത്തു നിൽക്കുകയായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർ. എന്നാൽ അതിൽ ഒരു സൂചനയുമില്ലാതെ അദ്ദേഹം പെട്ടെന്നാണ് കൊച്ചിയിലെ എയർപോർട്ടിൽ വന്നിറങ്ങിയത്. അതോടെയാണ് കൂടുതൽ വഷളാകുന്നത്. അതുകൊണ്ടാകാം അഖിൽ മാരാറും സാബുമോനും അതുപോലെ തന്നെ ഡോക്ടർ റോബിനും രംഗത്തെത്തി ഇത്രയും കാര്യകരിച്ചത്. ഏഷ്യാനെറ്റ് എന്ന വലിയ ചാനലിലെ ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത കുറച്ച് സംഭവ വികാസങ്ങളെ പറ്റിയാണ് അഖിൽ മാരാർ സംസാരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സിബിനെ ഇറക്കിവിട്ടത് അവർ മനഃപൂർവ്വം തന്നെയാണ്. ഏഷ്യാനെറ്റ് ചാനലുകാർ മനഃപൂർവ്വം തന്നെയാണ് സിബിൻ എന്ന വ്യക്തിയെ അവിടെ നിന്നും ഇറക്കിവിട്ടത്. അതിനായി അദ്ദേഹത്തിന് ഡ്രഗ്സ് പോലും കൊടുത്തു എന്നാണ് അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ ലൈവിൽ പറയുകയുണ്ടായത്.
മാനസിക സമ്മർദ്ദത്തിനും മാനസിക ആരോഗ്യനില തെറ്റിക്കുന്നതിനുമുള്ള കുറച്ച് ഡ്രഗ്സ് പ്രൊഡക്ട്സ് ഇദ്ദേഹത്തിനായി ചാനലുകാർ തന്നെ കൊടുത്തു എന്നാണ് അഖിൽമാരാർ പറയുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും മിഥ്യയാണെന്നും നമുക്കറിയില്ല. എന്നാലും അഖിൽമാരാർ എന്ന വ്യക്തിയെ നാം എത്രയും വിശ്വസിക്കുന്നോ അത്രയും നമുക്ക് ആ ഒരു കാര്യം വിശ്വസിക്കാം. എന്നാലും സിബിൻ എന്ന വ്യക്തി എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് ആ കുറച്ചു ദിവസങ്ങളിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ടായിരിക്കാം ആനെ ഇങ്ങനെയുള്ള ആളുകളെ വെട്ടിമുറിച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഏഷ്യാനെറ്റ് ഇദ്ദേഹത്തിനെ തന്നെ ആദ്യം കൊഴിച്ചുവിട്ടത്. അതുകൊണ്ടും മാറിയില്ല. സിബിൻ രംഗത്തെത്തി. സിബിൻ അവിടെ നിന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ലൈവിലൂടെ. സിബിൻ എന്ന വ്യക്തി പുറത്തായതോടെയാണ് ഏഷ്യാനെറ്റിലെ കള്ളങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത്. അഖിൽമാരാർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ആരെ പേടിയില്ലെന്നും ചാനലുകാർ തന്നെ എന്തും ചെയ്തോട്ടെ, തന്റെ സിനിമ ആഗ്രഹങ്ങൾ പോലും താൻ നിരസിക്കുന്നു എന്നുമാണ് അദ്ദേഹം ലൈവിൽ പറയുകയുണ്ടായത്. അതുപോലെ തന്നെ സാബുമോനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതുപോലെ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിന്റെ പുറത്തു കാണുന്ന ഒരവസ്ഥയല്ലെന്നും അതിന് അകത്ത് വേറെയും ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് സത്യമാണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ഇനിയും എന്തെങ്കിലും ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത് മോഹൻലാലിനെ പോലും നാറ്റിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ എന്തിനാണ് അവിടെ സംഭവിക്കുന്നത്? എന്തിനാണ് ഇത്രയും റേറ്റിംഗ് ഉള്ള ഒരു ചാനൽ ഇങ്ങനെ പറഞ്ഞ് താഴ്ത്തുന്നത്? ഇത് സത്യമൊക്കെ തന്നെയാണോ? നമുക്കറിയില്ല. മോഹൻലാൽ എന്ന വ്യക്തി ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ഫാൻസ് അസോസിയേഷൻസ് ഉള്ള ആളുമാണ് മോഹൻലാൽ. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ ഈ ഒരു ബിഗ് ബോസ് എന്ന താഴ്ന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നാറ്റിക്കുന്നത് എന്നാണ് അഖിൽമാരാറെ പോലുള്ള ചില ആളുകൾ ചോദിക്കുന്നത്. മോഹൻലാൽ എന്ന വ്യക്തി എന്തിനാണ് പിന്നെയും ഇവിടെ തൂങ്ങിക്കിടക്കുന്നത്? അദ്ദേഹത്തിന് ഈ ഒരു പ്ലാറ്റ്ഫോം വിട്ട് പോയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത് പ്രേക്ഷകർ. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം പോവാത്തത്? എന്തെങ്കിലും കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണോ? മാരാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും ഡോക്ടർ റോബിൻ പറഞ്ഞതുപോലെ അയാൾക്കും ഉണ്ടായിരുന്നു കുറച്ച് കോൺട്രാക്ട്സ്. പക്ഷേ അഖിൽമാരാർ അതിനെ നിരസിച്ചിരുന്നു. ഇത് സുപ്രീം കോടതിയൊന്നും അല്ലല്ലോ ഇത്രയും കോൺട്രാക്ട്സ് എനിക്ക് തരാൻ എന്നാണ് അദ്ദേഹം ചാനലുകാരോട് ചോദിച്ചത്. എന്നാൽ ഡോക്ടർ റോബിൻ അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം ആ കോൺട്രാക്ട് ഏറ്റെടുത്തിരുന്നു. അതുപോലെ തന്നെയാണ് മോഹൻലാലിനും അവർ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ കോൺട്രാക്ട് തെറ്റിച്ചാൽ അദ്ദേഹം ജയിലിൽ പോവാനും പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും അദ്ദേഹം മാറാത്തത്. എന്തായാലും നമുക്കറിയില്ല, കാര്യങ്ങൾ ഇതുപോലെ തകിടം മറിയുകയാണ്. ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു കളി തന്നെയാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കളിക്കുന്നത്. സീസൺ 6 എന്ന വെറും താഴ്ന്ന നിലയിലുള്ള പ്ലെയേഴ്സും വെറും താഴ്ന്ന നിലയിലുള്ള ഒരു പ്ലേയുമാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ പ്ലെയേഴ്സിന്റെ ഒത്തൊരുമയൊന്നുമില്ല അവർക്കൊന്നും. ബിഗ് ബോസ് 50 ഇപ്പോൾ 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസം മുമ്പായിരുന്നു 50 ദിവസത്തിന്റെ സെലിബ്രേഷൻ. അതും വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കിയിരുന്നു. അതും ഈ ചാനലുകാരുടെ ബുദ്ധിയായിരുന്നു. എന്തിനാണ് ഇങ്ങനെയെല്ലാം ക്ലീശേ പോലെ ഇത്രയും വലിയ ഒരു ആഘോഷമാക്കിയത് എന്തിനാണ് എന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത്. തട്ടിപ്പിന്റെ ഒരു ഗതിയാണ്. ഇതൊക്കെ വെറും തട്ടിപ്പ് തന്നെയാണെന്നാണ് പ്രേക്ഷകർ പോലും വിശ്വസിക്കുന്നത്. ബിഗ് ബോസിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അഖിൽമാരാറും ഡോക്ടർ റോബിനും സാബുമോനും തന്നെയാണ്. അതുപോലെ നമ്മുടെ സിബിനും.
സിബിൻ എന്ന വ്യക്തി ഒരു നല്ല പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് പേർ സ്നേഹിച്ചിരുന്നു. ഒരുപാട് പ്രേക്ഷകർ അദ്ദേഹത്തിന് വോട്ട് നൽകി അദ്ദേഹത്തെ മുന്നിൽ കൊണ്ടുവന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഏഷ്യാനെറ്റിന്റെ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില നിഗൂഢ ശക്തികൾ ഇദ്ദേഹത്തെ തന്നെ ആദ്യം തന്നെ പിഴുതെറിയാം എന്ന് വിചാരിച്ചത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദവും മാനസിക നില തെറ്റിക്കുന്നതുമായ കുറച്ച് ഡ്രഗ്സ് പോലെയുള്ള വസ്തുക്കൾ ഇദ്ദേഹത്തിന് കൊടുത്ത് ഇദ്ദേഹത്തെ മാനസിക നില തന്നെ തെറ്റിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ചാനലുകാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ച് അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിയിരിക്കുന്നു എന്ന വിവരം അവരെ അറിയിച്ചിരുന്നു. ആ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന് അന്നേരം തന്നെ അറ്റാക്ക് വന്നിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന പുതിയ ഒരു വാർത്ത. ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള സ്വന്തം മകൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരിക്കുമെന്ന് ഒരു അച്ഛൻ അറിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന വിലാപം നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥകൾ അറിയാതെ ഇവർ ഇങ്ങനെ ചെയ്തത് വളരെ വലിയ ഒരു തെറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് അറ്റാക്ക് വരികയും അദ്ദേഹത്തിനെ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു പുതിയ വാർത്ത. സിബിൻ രംഗത്തെത്തിയതോടെയാണ് ഇതുപോലെയുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. സിബിൻ വീണ്ടും ബിഗ് ബോസിൽ എത്തും എന്നായിരുന്നു പുതിയ പ്രേക്ഷകരുടെ വിശ്വാസം. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. രജിത് കുമാറിനെയും ഇങ്ങനെയുള്ള ചില നിഗൂഢ ശക്തികൾ പുറത്താക്കിയതായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. രജിത് കുമാർ, അതായത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആരെയാണോ ഉറ്റുനോക്കുന്നത്, അതായത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പ്രേക്ഷകർ ആരുടെ കൂടെയാണോ നിൽക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ആയിരിക്കും ഈ ചാനൽ പ്രവർത്തകർ ആദ്യം തന്നെ പിഴുതു മാറ്റുന്നത്. അവരെയാണ് എമിക്ഷൻ പ്രക്രിയയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു കളയുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതുമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആയിരിക്കും അവർ എമിക്ഷൻ പ്രക്രിയയിലൂടെയോ അല്ലാതെയോ ചിലപ്പോൾ അവരെ എലിമിനേറ്റ് ചെയ്തു കളയുന്നത്. അങ്ങനെയുള്ള ഒരു ആളാണ് രജിത് കുമാർ. രജിത് കുമാറിനെ പോലെ ഇത്രയും അദ്ദേഹം തോറ്റാണ് വന്നിരുന്നതെങ്കിലും ആ ഒരു എയർപോർട്ട് നിറയെ അദ്ദേഹത്തെ കാണാൻ ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു വീഡിയോയൊക്കെ വളരെ 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 വൈറലായിരുന്നു. അത് നമുക്ക് ഇപ്പോൾ ഓർക്കാം. രജിത് കുമാർ എന്ന വ്യക്തിത്വം ഏറ്റവും നല്ല ഒരു പ്ലെയർ തന്നെയായിരുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. ഏറ്റവും കൂടുതൽ വോട്ടുകൾ അദ്ദേഹത്തിനായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷെ ഇതെല്ലാം ചാനലിന്റെ കളിയാണ്. ചാനലുകാർ തന്നെയാണ് അദ്ദേഹത്തിനെ ഒഴിവാക്കിയത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരെ ആയിരിക്കാം അവർ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്തു കളയുന്നത്. അതുപോലെ ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ സിബിൻ എന്ന വ്യക്തിക്കും സംഭവിച്ചിരിക്കുന്നത്. ഇനി ആരായിരിക്കും അടുത്ത വ്യക്തി? നമുക്ക് കാണാം. സിബിനെ പോലെയും അഖിൽ മാരാർ പോലെയും സാബുമോനെ പോലെയുമുള്ള ചില വ്യക്തികൾ പുറത്തു വന്ന് ഈ ഒരു സത്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ടാണ് ഈ ചാനലിനെ പറ്റിയും ഏഷ്യാനെറ്റിന്റെ പുറകിൽ നടക്കുന്ന, അതായത് ബിഗ് ബോസിനുള്ളിലല്ല പുറത്തു നടക്കുന്ന, അതായത് പുറകിൽ നടക്കുന്ന ചില കള്ളങ്ങളും ചില രഹസ്യങ്ങളും നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതൊന്നും ശരിയല്ല. ഇതൊന്നും ഒരിക്കലും നീണ്ടുപോകില്ല. എന്തായാലും സത്യം പുറത്തു തന്നെ വരും. അത് നമുക്ക് അറിയാം. ഇങ്ങനെ എന്തിനായിരിക്കും അവർ ചെയ്തിരിക്കുക? ഏറ്റവും കൂടുതൽ പൈസ അല്ലെങ്കിൽ ഈ ഒരു ചാനലിന് റേറ്റിംഗ് ആണോ അവരുടെ ലക്ഷ്യം എന്നും നമുക്കറിയില്ല. ഏഷ്യാനെറ്റ് ഇപ്പോൾ ഏറ്റവും ഒരു ഉയർന്നു വരുന്ന ഒരു ചാനൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റേറ്റിംഗോടെ ഉയർന്നു വരുന്ന, അതായത് ഈ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ തന്നെ ആയിരിക്കാം ആ ഒരു റേറ്റിംഗ് ഇവർക്ക് കിട്ടിയത് എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഡോക്ടർ റോബിൻ അന്ന് പറഞ്ഞ ആ വാക്കുകൾ എല്ലാവരും പുച്ഛത്തോടെയാണ് തള്ളിയത്. എന്നാൽ ഇന്ന് സീസൺ 5 വിന്നറായ അഖിൽ മാരാർ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ കേരളത്തിലെ ജനത ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നതും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും തുടങ്ങിയത്. പൊതുജന താല്പര്യത്തോടെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിന് ആരെ പേടിയില്ലെന്നും സ്വന്തം മക്കളെ ഭാര്യയും തന്റെ സ്വഭാവം അറിയാമെന്നും താൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്നും തന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാമെന്നും തനിക്ക് ദേഷ്യം വന്നാൽ പിടിച്ചു നിർത്താൻ സാധിക്കില്ലെന്നും താൻ സത്യങ്ങളെല്ലാം പുറത്തു പറയുമെന്നാണ് അദ്ദേഹം ലൈവിലൂടെ പറഞ്ഞത്.
ഇതിനെതിരെ അതായത് ഈ സ്ത്രീകളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ രംഗത്തെത്തിയിരുന്നു. തങ്ങളല്ലെന്നും തങ്ങളെ യാതൊരു വിധത്തിലുള്ള കാര്യത്തിനും യൂസ് ചെയ്തിട്ടില്ലെന്നും ചാനലുകാർ തങ്ങളെ യൂസ് ചെയ്തിട്ടില്ലെന്നും തങ്ങളല്ല ഈ ഒരു സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വനിതാ കണ്ടസ്റ്റൻസ് പുറത്തു വന്നിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഇവർ തങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞത്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ തന്നെ ആ ഒരു വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അവർ പറയുന്നത് തങ്ങളെയല്ല, തങ്ങൾക്ക് കുറച്ച് മെസ്സേജസും കുറച്ച് വോയിസ് ഒക്കെ വന്നിരുന്നു. തങ്ങളാണോ, നിങ്ങളെ പറ്റിയാണോ അഖിൽമാരാർ സംസാരിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഒരു ബിഗ് ബോസിലെ കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിലെ കണ്ടസ്റ്റൻസിന്റെ അതായത് സ്ത്രീകളായ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് കുറച്ച് മെസ്സേജസും കുറച്ച് വോയിസ് ഒക്കെ വന്നിരുന്നു. നിങ്ങളെ പറ്റിയാണോ അദ്ദേഹം ആ സ്ത്രീകളെ പറ്റി, നിങ്ങളാണോ ആ സ്ത്രീകൾ എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് മെസ്സേജസ് വന്നിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതിനെതിരെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ അതായത് യൂട്യൂബിൽ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് തങ്ങളല്ലെന്നും തങ്ങൾ അങ്ങനെ കാശ് കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്നും തങ്ങളുടെ കഴിവ് കൊണ്ടാണ് ബിഗ് ബോസിൽ തങ്ങൾ കേറിയത് എന്നുമാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ബിഗ് ബോസിനകത്തേക്ക് പ്രവേശിച്ചതെന്നും അത്ര നാൾ അവിടെ നിന്നതും എന്നാണ് അവർ പറയുന്നത്. അതിനെതിരെ വീണ്ടും അഖിൽമാരാർ ലൈവിൽ വന്നിരുന്നു. അതായത് കോഴിയെ കട്ടവർ പൂട തപ്പേണ്ട ആവശ്യമില്ലെന്നുമാണ് ഇതിനെതിരെ അഖിൽമാരാർ കൊടുത്ത മറുപടി. നിങ്ങളല്ലെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇതിനെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പുറത്ത് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്നത് എന്നാണ് അഖിൽമാരാർ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തിനാണ് നിങ്ങളല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് എന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത്. അതും ഒരു സത്യം തന്നെയാണ്. പേടിയുള്ളവർക്കായിരിക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത്. പേടിയില്ലാത്തവർക്ക് ഒരു ഇതുമില്ല. തങ്ങൾക്ക് എന്തും പറയാം എന്നുള്ള ഒരു വിശ്വാസം പേടിയില്ലാത്തവർക്കുണ്ടാവും. എന്നാൽ പേടിയുള്ളവർക്ക് അങ്ങനെയല്ല. തന്റെ ഭാഗം ക്ലിയർ ആക്കണം എന്ന ചിന്തയായിരിക്കും അവർക്ക് വരുന്നത്. തങ്ങൾ തെറ്റു ചെയ്തിട്ടില്ല എങ്കിൽ തങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഒരു കാര്യവും തങ്ങൾക്ക് പേടിക്കണ്ട. അതിനൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുകയാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ കുറച്ച് ബിഗ് ബോസ് ഹൗസിലെ പ്രീവിയസ് ഇയേഴ്സിലെ കുറച്ച് സ്ത്രീകൾ ഇപ്പോൾ മുന്നോട്ടെത്തുകയാണ്. തങ്ങളെ പറ്റിയല്ല, തങ്ങളെ അങ്ങനൊരു ആവശ്യത്തിനായിട്ട് ചാനലുകാർ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതിനുള്ള മറുപടിയാണ് നമ്മുടെ അഖിൽമാരാർ കൊടുത്തിരിക്കുന്നത്. കോഴിയെ കട്ടവർ കൂടെ തപ്പേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം ഇതിനായി കൊടുത്ത മറുപടി. അത് സത്യം തന്നെയാണ്. തെറ്റ് ചെയ്തവരാണ് പേടിക്കേണ്ടത്. പക്ഷെ തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ട ആവശ്യവുമില്ല. അതിനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല. അതൊരു സത്യം തന്നെയാണ്. അദ്ദേഹം ഈ ഒരു വാക്കിലൂടെ തന്നെ അത് പുറത്തു പറയുകയാണ്. ടെൻഷൻ എന്ന കാര്യം നമുക്ക് പേടിയാവുമ്പോഴാണ്, അതായത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നത്. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് പേടിയാണ്. പുറത്താകുമോ, അതായത് നമ്മൾ എല്ലാവരുടെയും മുന്നിൽ നമ്മൾക്ക് നമ്മുടെ കള്ളം പുറത്താകുമോ എന്ന ഒരു പേടി നമ്മളിൽ ഉണ്ടാകും. അതാണ് ഇപ്പോൾ അഖിൽമാരാർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ലൈവിൽ അദ്ദേഹം അതിനെ കുറിച്ചാണ് പറയുന്നത്. അവരെ മാത്രം ഉദ്ദേശിച്ച് തന്നെയാണ് ആ ഒരു ലൈവ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ആ ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പിന്നെയും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീകളെ മറ്റ് സ്വന്തം കിടപ്പറയിൽ വരെ, അതായത് ചാനലുകാരുടെ, അതായത് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. തലപ്പത്തിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ചില കള്ളങ്ങളും ചില നിഗൂഢത നിറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് സത്യം എന്താണെന്ന് നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാം. ബിഗ് ബോസിനെതിരെ ഹർജി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുതിയ ഒരു വാർത്ത. ബിഗ് ബോസ് ഇല്ലാതാകുമോ? എന്തായാലും ഇപ്പോൾ കേരളത്തിലെ ഒട്ടനവധി ആളുകളുടെ ഒരു
ആഗ്രഹമാണ് ബിഗ് ബോസ് നിർത്തലാക്കണം, ആ മോഹൻലാലിനെ ഒന്ന് സ്വതന്ത്രനാക്കണം എന്ന ആഗ്രഹവും ആ നമ്മുടെ മലയാളികൾക്കുണ്ട്. അതേപോലെ എനിക്കുമുണ്ട്. നമ്മുടെ ലാലേട്ടൻ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു വ്യക്തി ഇതുപോലെയുള്ള ഒരു താഴ്ന്ന ലെവലിലുള്ള ഒരു ഷോ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം പറയുവാണെങ്കിൽ എനിക്ക് അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു ഷോയില് ഇത്രയും ആളുകൾ കുറ്റം പറയുന്ന, ഒട്ടും നല്ലത് പറയാത്ത, എപ്പോഴും കുറ്റം പറയുന്ന ഒരു ഷോയിൽ നിൽക്കുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കത്തില്ല. അതേപോലെ ഞാനും ആഗ്രഹിക്കുന്നില്ല. അത്രേ പറയാനുള്ളൂ. ഏതായാലും നമുക്ക് ഇതിന്റെ സത്യം ചുരുളഴിയുമെന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇങ്ങനെയുള്ള വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.